ഞങ്ങൾ ചിരിക്കണം. ഒന്ന് ചിരിപ്പിക്കുക ആരെങ്കിലും. ഇടോക്കെ യൂട്യൂബിൽ ലൈവ് ആയിരിക്കുന്നത്. എടാ ഇത് ഓണല്ലടാ ഇറക്കാ. നാണം കെടുത്താ ഇറക്കാ പോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥയെന്ന് പറയില്ല. എവിടെ ഞങ്ങൾ കുടുംബക്കാർ കൂടിയാലും ഈ തകർപ്പ് അവിടെ കാണും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്നത്തെ കാരണം എന്താണെന്നല്ലേ, ഇന്ന് ഞങ്ങളുടെ അമ്മാച്ചൻ്റെ അമ്മായിയുടെ 41ാം വിവാഹ വാർഷികമാണ്. അത് ആഘോഷിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ആഘോഷിച്ച് വന്നപ്പോഴേ അമ്മാച്ചൻ അമ്മായിയെ സഹിച്ചതിൻ്റേതും അമ്മായി അമ്മാച്ചനെ സഹിച്ചതിൻ്റേതും കൂടെ ഒന്നിച്ച് വലിയൊരു കേക്ക് വാങ്ങിച്ച് വെച്ച് ഒരു കത്തിയെടുത്ത് അതേ വെച്ച് മുറിച്ചങ്ങ് തീർത്ത് അങ്ങനെ വിവാഹ വാർഷികത്തിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. കേക്ക് എടുത്തോണ്ട് പോയത് മാറ്റിവെക്കാനല്ല കേട്ടോ, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കുറേ പേര് വെളിയിലുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ കയറി ചെന്ന് വലിച്ചു വാരി അത് കൊണ്ടുപോയിരിക്കും. ഇനി അടുത്തതായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് സ്റ്റുഡിയോയിലെ ചേട്ടൻ പറഞ്ഞതേ, ആരൊക്കെ കയറി വന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നവർ ആ പണി ചെയ്യട്ടെ, ഞാൻ എൻ്റെ ജോലി നോക്കാമെന്ന് വിചാരിച്ച് എല്ലാവരെയും ക്യാമറയിൽ എടുക്കാൻ ചെന്നപ്പോൾ യൂട്യൂബിൽ ലൈവ് പോവാമെന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഓരോരുത്തർ പോയി. ഈ മര്യാദയ്ക്ക് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, സ്റ്റുഡിയോയുടെ ഒരു പ്രൊമോ ഞാൻ തരാൻ ചേട്ടാ, ധൈര്യമായിട്ട് എൻ്റെ യൂട്യൂബിനകത്ത് കയറിക്കോളാൻ. ചേട്ടൻ കേട്ട ഭാവം പോലും കാണിക്കാതെ ഒരു പുച്ഛഭാവം. ഈ ചേച്ചി വലിയൊരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തായിരിക്കുമെന്ന് അന്നേരം കുറച്ച് നേരം ചിന്തിച്ചെങ്കിലും മണ്ടേ ഓരോരുത്തരും കൊണ്ട് കൊടുത്തപ്പോൾ ആ ചിന്തയൊക്കെ എനിക്കങ്ങ് മാറി. സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത അങ്കിള് വരെ വലിഞ്ഞു കയറി വന്ന് അമ്മാച്ചനും അമ്മായിക്കും ഗിഫ്റ്റ് കൊടുത്തു. അതിലപ്പുറം എന്തൊരു സന്തോഷം അവർക്ക് വേണ്ടേ. ഓരോരുത്തരായിട്ട് മാറിക്കൊണ്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണെങ്കിലും അവർ കണ്ടാൽ എന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ച് പൊട്ടിച്ച് നോക്കിയില്ല. എന്തായാലും അവസാനം ചെറുക്കം വീട്ടുകാരുടെ ഒരു പരിപാടിയുണ്ട്, ഇതെല്ലാം കൂടെ പൊട്ടിച്ചു നോക്കി നല്ലതേതാണെന്നും നല്ലതേതെങ്കിലും അഴിച്ചു മാറ്റാനുണ്ടോയെന്നും ഒന്ന് നോക്കുന്ന പരിപാടി. അത് അവസാനമാവട്ടെ, വെറുതെ നാണം കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോരുത്തരായിട്ടേ ഗിഫ്റ്റ് കൊടുക്കട്ടെന്നേ. നമുക്ക് പോയി വേറെ ചില പരിപാടികളുണ്ട്. എല്ലാവരെയും ക്യാമറ കണ്ണിലൊന്ന് ഒപ്പിയെടുക്കണം. എല്ലാവർക്കും പുച്ഛമാണെന്നേ, എന്നെ കണ്ടാൽ എല്ലാവരും പറയും യൂട്യൂബർ വന്നെന്ന്. അതെന്താ യൂട്യൂബറിന് എന്താ ഒരു കുഴപ്പം? അതിന്ന് തെളിയിച്ചിട്ട് തന്നെ. ഈ വീഡിയോ യൂട്യൂബിൽ ഇടത്തില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും നിന്ന് തകർക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ ഇത് ഇടുമെന്ന് അന്നേ തീരുമാനിച്ച കാര്യമാണ്. അങ്ങനെ ഓരോരുത്തരായിട്ടേ ഞാൻ എൻ്റെ ക്യാമറ കണ്ണിൽ ഒപ്പി. ഒന്നുപോലും ബംഗാളിൽ നിന്ന് ഇറക്കുമതിയില്ല കേട്ടോ, മൊത്തം ഞങ്ങളുടെ കാക്കനാട്ടേ തന്നെയാണ്. അവസാനമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോയിരിക്കുന്ന പാർട്ടികളാണ്. മര്യാദയ്ക്ക് ആ കൊച്ചിനെ തന്നിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവൾ ആ കൊച്ചിനെയും കൂട്ടിയേ പോകത്തുള്ളൂ. എന്നാൽ പിന്നെ കൊണ്ട കൊടുക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അതും കൊണ്ട കൊടുത്തിട്ടുണ്ട്. ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫോട്ടോ ഫ്രെയിമാകട്ടോ. അമ്മാച്ചനും അമ്മായും കേക്ക് അങ്ങോട്ട് മുറിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ പാടുമെന്ന് ആലോചിച്ച് എല്ലാവരും നിന്നു. അതിൽ നിന്നും മിടുക്കനായ ആരോ സമർത്ഥനായ ഒരു ബാലൻ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് പാട്ട് തുടങ്ങി. അത് കേട്ടതേ എല്ലാവരും കൂടി പാടാൻ തുടങ്ങി. സത്യത്തിലേ ആർക്കും മനസ്സിലായില്ല വെഡിങ് ആനിവേഴ്സറി അല്ലേ നടക്കുന്നതെന്നും ബർത്ത്ഡേയാ പാടുന്നതെന്നും. പാട്ട് തീരാറായപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അതുവരെ ഞാൻ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അയ്യോ തെറ്റിയെന്ന് പറഞ്ഞതേ എല്ലാവരും അങ്ങ് നിർത്തി, കൂട്ടച്ചിരിയുമായി. എന്തായാലും ആ സന്തോഷത്തിൽ അവർ കേക്ക് മുറിച്ചു. ക്യാമറയിലോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛഭാവം, ചേച്ചി വൈറലാക്കി കളയുമെന്ന്. ഇച്ചിരി വൈറലാവട്ടെ, ഇതൊരു സന്തോഷമല്ലേ. സത്യമായിട്ടും ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുത്ത ഗിഫ്റ്റല്ല, കാശ് കൊടുത്ത് ഞാൻ വേറെ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്നാകട്ടോ. അങ്ങനെ അപ്പോഴേക്കും അകത്തോട്ട് പോയ കേക്ക് പീസായിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നു. ഞങ്ങളുടെ മുന്നിൽ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇച്ചിരി കഴിഞ്ഞപ്പോഴേ പ്ലേറ്റ് കാലിയായി. എവിടെ നിന്നൊക്കെയോ കുറേ കൈകൾ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. എൻ്റെ മോള് തന്നെ ആദ്യം പാട്ടിന് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പിന്നെയും പാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അരകിൽ ചന്തമേ സ്വന്തമേ കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്ന് കൂട്ടിലെ തൂലെ നിറവേ ചിത്തി പറന്നു കൊതിയാ
കുറുമ്പേ കള്ള കുറുമ്പേ ഉള്ളിലൊളിച്ച് നാണമെന്നാണ് പുരലെ ചിത്തിപ്പാളും കൊതിയാ. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി ഇങ്ങ് വന്നു തുടങ്ങി. ബീഫിൻ്റെ മണോ ചിക്കൻ്റെ മണോ. പിന്നെന്തായാലും ഫൈനലായിട്ടേ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.